ലീഗിന് വർഗീയ മുഖമേ ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് CVM വാണിമേൽ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. സർ ഇത്രയും നേരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശാൻ വേണ്ടിയുള്ള എല്ലാവരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അവരങ്ങനത്തെ മതരാഷ്ട്രപരമായിട്ട് അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറയും മുസ്ലിം ലീഗ് പറയേണ്ട സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മതരാഷ്ട്രവാദം അവര് വിട്ടിരിക്കുന്നു എന്ന് അല്ല, മതരാഷ്ട്രവാദം ഇല്ല എന്ന് അങ്ങ് പറഞ്ഞു. അതായത് അവർക്ക് ഇപ്പൊ ഞാൻ അവരുടെ സൈറ്റിൽ പോയി അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ആശയത്തിനെ കുറിച്ചുള്ള ഒരു ലൈൻ ഞാൻ സാറിനെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ദീനിന്റെ മുഴുവനായും ആത്മാർത്ഥതയോടെയും ഏകാഗ്രതയോടും കൂടി പിന്തുടരുകയും വ്യക്തിയുടെ പുരോഗതിയും സമുദായത്തിന്റെ നിർമ്മാണവും രാഷ്ട്രത്തിന്റെ സംവിധാനവും എല്ലാം തന്നെ ഈ ദീനിന് അനുരൂപമായി ഇരിക്കുമാറും മനുഷ്യ ജീവിതത്തിന്റെ വ്യക്തിപരവുമായി സാമൂഹികവുമായി സകല തുറകളിലും ഇതിനെ പൂർണ്ണമായി നടത്തിച്ച് വരിക എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. അത് വെരി ഓൾഡ് ടോപ്പിക് ആണത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അത് സർ അപ്പം പറയുന്നത്, അതായത് ജമാഅത്തെ ഇസ്ലാമിന്ന് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അത് അവർ അതിനകത്ത് പ്രഖ്യാപിതമായിട്ടുള്ളതെന്ന് അവര് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒന്നത്. രണ്ടാമതായിട്ട് സമസ്ത അവരുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞായിരുന്നല്ലോ, ഒരു കുറച്ച് 4-5 മാസം മുമ്പ്. ആ സമസ്തയിൽ അവിടെ ഒരു റെസൊല്യൂഷൻ അവർ പാസ് ചെയ്തായിരുന്നോ? അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ, മതതീവ്രവാദത്തിലുള്ള സംഘടനകൾ സമുദായത്തിന് നല്ലതല്ല എന്ന് സമസ്ത റെസൊല്യൂഷൻ പാസ്സാക്കിയായിരുന്നോ? ചെയ്തിരുന്നല്ലോ. അപ്പൊ സമസ്തയ്ക്കും അറിയാം ഇത് ഒരു ആപത്താണെന്ന്. അതുകൊണ്ടാണ് സമസ്ത തന്നെ ചെയ്തത്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇത് ഞാനോ അല്ലെങ്കിൽ വേറെ ആരും അല്ല, BJPയോ RSSO ഒന്നും അല്ല പറഞ്ഞത്. സമസ്ത വരെ പറഞ്ഞു ഇതുപോലത്തെ മതരാഷ്ട്രവാദം ശരിയല്ല. കാരണം അവർക്കും അറിയാം ഇത് നാളെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് അവരുടെ തന്നെ സമുദായത്തിലാണ്. ഇന്ന് പാകിസ്ഥാനിൽ പൊട്ടുന്ന ബോംബുകളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മരിക്കുന്നത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ തീവ്രവാദവും ഭീകരവാദത്തിന് ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് മതവും ഒന്നുമില്ല, മനുഷ്യരാണ് പോകുന്നത്. അത് സമസ്ത പോലുള്ള സംഘടനയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഇപ്പോഴേ അത് പറയുന്നത് ഇത് ശരിയല്ല എന്ന്. ഒന്നത്. രണ്ടാമത്, അങ്ങ് പറഞ്ഞു, അത് എനിക്ക് അങ്ങയുടെ ഒരു ചോദ്യം, അതായത് ഇക്ബാൽ ചോദ്യമല്ല, അങ്ങ് ഇക്ബാലിനെ കോട്ട് ചെയ്തു. അതേ ഇക്ബാൽ പിന്നീട് പാകിസ്ഥാനിലാണ് പോയതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അതേ ഇക്ബാൽ പിന്നെ ഇവിടെ ഇല്ലായിരുന്നു, അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. അത് മനസ്സിലാക്കുക. ഇനി ഇത് വിനോദ്, അദ്ദേഹത്തിന്റെ അടുത്താണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, അതായത് BJP ഒരു ഹിന്ദു പാർട്ടിയാണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് ഉത്തരമില്ലായിരുന്നു. കാരണം എന്താണ്? BJP ഒരു ഹിന്ദു പാർട്ടിയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒരു മുസ്ലിം പാർട്ടിയാണോ എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞു വന്നത് മുസ്ലിം കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട്, ഞാൻ സാധാരണ രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇടപെടാറില്ല. പക്ഷെ ഈ ചർച്ചയുടെ ഇടയ്ക്ക് അദ്ദേഹം വന്ന് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളെ എല്ലാവരെയും നമ്മുടെ ശത്രുക്കളെ കാണുന്നു, മുസ്ലിങ്ങളൊക്കെ ഇവിടുന്ന് ഓട്ടിച്ചു പോണോ, മുസ്ലിങ്ങളെയൊക്കെ എവിടെ, ഇതെന്താണ് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലുള്ള വർഗീയ പരാമർശം നടത്തുന്നത്? നമ്മുടെ ചാനലിൽ ഈ 5 പേര് ഇരുന്നതിനകത്ത് ഒരാൾ പോലും ഇങ്ങനത്തെ പരാമർശം ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, BJP എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളെയും വക്താക്കളൊന്നും ആവേണ്ട ആവശ്യമില്ല, ഹിന്ദുക്കൾ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം. അതേപോലെ എനിക്കും പറയാനുള്ളൂ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അതിനകത്ത് വരുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ മുസ്ലിം ലീഗിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെ വിമർശിക്കാനും അതിനെ ചോദ്യം ചോദിക്കാനുള്ള അധികാരം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. മുസ്ലിം ലീഗിന്റെ വിമർശനം ഇസ് നോട്ട് മുസ്ലിം വിമർശനം, അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ വരുത്തിത്തീർക്കാനുള്ള നിങ്ങൾ ശ്രമമാണ് നടത്തുന്നത്. മുഹമ്മദ് അലി ജിന്ന അത് തന്നെയാണ് ഇത് ചെയ്തത്. ഇപ്പൊ നിങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. മുസ്ലിങ്ങളെ ഇവിടുന്ന് രാജ്യത്ത് നിന്ന് പുറത്തു നിന്നു മുസ്ലിങ്ങളെ ശത്രുക്കളെ ആരാണ് കാണുന്നത്? നമ്മൾ ആരെങ്കിലും പറഞ്ഞു? അതുകൊണ്ടാണ് ഞാനത് ഇടപെട്ടത്. അത് തികച്ചും വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശമാണ്. അത് ശരിയല്ല. ആ രീതിയിലുള്ള, അപ്പൊ മുസ്ലിം ലീഗിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അല്ല. അത് മനസ്സിലാക്കുക. അത് 2 പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്. ആ ഓർഗനൈസേഷനെ ചോദ്യം ചെയ്യാനും അതിനെ വിമർശിക്കാനുള്ള അധികാരം നമ്മളെ ഭരണഘടനയിലുണ്ട്. നമ്മളത് ചെയ്യും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ സമസ്ത പോലത്തെ സംഘടനകൾ പോലും അവര് വിമർശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ പ്രശ്നം? അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇത് വളരെ പഴയ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അഗേൻസ്റ്റ് ആയിട്ടെന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ളത്. അത് ഇനി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒബ്ജക്ട് ചെയ്തത്. ഇനി ഇവിടെ വളരെ വ്യക്തമാണ്, VD സതീശന് ഇന്ന് പ്രവർത്തിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് സപ്പോർട്ട് ഇല്ലാതെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല.
ദാറ്റ് ഇസ് എ ഫാക്ട്. ആ രീതിയിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്റർ ചെയറിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റൻഷനെ ഞാൻ അതിനെ എന്താ പറയുക റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള ചിലപ്പോൾ മനസ്സ് കാണും, പക്ഷെ അത് ചെയ്യാൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ പ്രഷർ ടാക്ടിക്സ് തന്നെയാണ്. PM ശ്രീ എന്നാണ് ഏറ്റവും അതിന്റെ ഉദാഹരണം. ആദ്യം അവർ ചെയ്യൂന്ന് പറഞ്ഞു, പിന്നീട് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. ജയപ്രസാദ് സാറിനൊക്കെ അറിയാം, അന്നും നമ്മൾ പറഞ്ഞതാണ് ഒരു എംപവേർഡ് കമ്മിറ്റിയോ ഏതോ ഒരു കമ്മിറ്റിയുടെ പേരിൽ വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്താണ് അതിനകത്ത് ഡിസൈഡ് ചെയ്യേണ്ടത്? സ്കൂളുകൾ ഏതാണെന്നും അല്ലെങ്കിൽ സിലബസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിരിക്കുക എന്ന് പറയുന്നത്. അവരടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെലങ്കാനയിൽ ഇന്ന് പോയിരുന്നല്ലോ, ഇന്നലെ അവിടെ ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ നിങ്ങൾ എങ്ങനെയാണ് PM ശ്രീ ചെയ്തതെന്ന്. അപ്പൊ അവർ പറയാം ഇതിനകത്ത് ഞങ്ങൾ ഒരു റോളും ഇല്ല, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു റോളും ഇല്ല, നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഈ കമ്മിറ്റി? അപ്പൊ കണ്ണിൽ പൊടിയിടുക, അതാണ് പ്രഷർ ടാക്ടിക്സ്. അതാണ് ഞങ്ങൾ പറഞ്ഞ ഈ പ്രഷർ ടാക്ടിക്സ്. ആ പ്രഷർ ഇടുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിനെ പ്രഷർ ഇടുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ശ്രീ ബഹുമാനപ്പെട്ട സർ, അതായത് നമ്മുടെ വാണിമൽ സർ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ മുസ്ലിം ലീഗിലെ പ്രവർത്തകരും വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരും ഒരുമിച്ച് തന്നെയാണ് പല സ്ഥലത്തും വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്തുകൊണ്ടാണ് 2026 ഇത്രയും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയത്. അത് നിങ്ങൾ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിൽ അതാണ് നമ്മൾ കെയർഫുൾ ആയിരിക്കുന്നുള്ളത്. കാരണം യെസ്, ഞാൻ ഒരു പരിധി വരെ ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പണ്ട് ഒരു എന്താ പറഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾ, ഒരു 10-20 വർഷമൊക്കെ മുമ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു സെക്യുലറായി വരണം എന്നുള്ള രീതിയിലേക്ക് ഒരു ആഗ്രഹവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇന്ന് അങ്ങനല്ല, അവരുടെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിന് ജനാധിപത്യ രീതിക്കും ഭാരതത്തിനും നല്ലതല്ല. മുസ്ലിം ലീഗ് അവരുടെ കമ്മ്യൂണിറ്റി പാർട്ടി ആയിക്കോ. നമുക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. അതിനോട് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പാനലിൽ തന്നെയാണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചത്. ലീഗും വെൽഫെയർ പാർട്ടിയും തമ്മിൽ അന്നേ സഖ്യമുണ്ടായിരുന്നു. ഇതിൽ കേണൽ ഡിന്നി സർ പറഞ്ഞതിൽ പൂർണ്ണമായും യോജിക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയ സഖ്യങ്ങൾ വരെ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടായിട്ടുള്ളതാണ്.